കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ IAS വലിയ കലാപമാണ് ഉയർത്തിയിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ വലിയ തോതിൽ ഇപ്പോൾ കലാപകാരിയായി മാറിയിരിക്കുന്നത് അശോകാണ്. ഡോക്ടർ ബി അശോകാണ്. കലാപകാരി എന്ന് പറഞ്ഞാൽ ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം വലിയ കലാപം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. കിഫ്ബിയുടെ കെ എം എബ്രഹാമിനെതിരെയുള്ള കലാപമുണ്ട്. കെ എം എബ്രഹാമും മസാല ബോണ്ടും അതിൻ്റെ അഴിമതിയും ഒക്കെ വലിയ തോതിലാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രശാന്ത്, ഇതിന് കുറച്ച് ദിവസം മുമ്പ് പ്രശാന്ത്, കോഴിക്കോട് കളക്ടറായിരുന്ന പ്രശാന്ത് ഇതുപോലെ ഗവൺമെൻറ്റുമായിട്ട് തെറ്റി വലിയ വിഷയത്തിൽ ഇപ്പം സസ്പെൻഷനിൽ പുറത്തു നിൽക്കുകയാണ്. അത് വലിയൊരു വിഷയമായിരുന്നു. ഇതിനിടെ നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ബിജു പ്രഭാകരൻ ഒരു പുസ്തകം എഴുതി, ഇപ്പോൾ റിട്ടയർ ആയതിനു ശേഷം ഒരു പുസ്തകം എഴുതി, അദ്ദേഹവും രംഗത്തുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിൽ ഒരു അൽഫോൺസ് കണ്ണന്താനമായിരുന്നു ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഒന്ന് പ്രതികരിക്കുകയോ ഒന്ന് എന്തെങ്കിലും ഒരു സോറി ടു സേ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രതികരണ ശേഷിയിൽ വന്നത് അൽഫോൺസ് കണ്ണന്താനമാണ്. പക്ഷേ അദ്ദേഹം ഡൽഹിയിലൊക്കെ പോയി വലിയ തോതിൽ രാജ്യത്തിന് ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഡൽഹി നഗരത്തിനെ ഇന്ന് കാണുന്ന ഡൽഹിയാക്കി എടുക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ജനശക്തി എന്നൊരു സംഘടന തന്നെ ഉണ്ടാക്കി ചേരിയിലൊക്കെ പോയി പ്രവർത്തിക്കുകയും ഒരു പൊളിറ്റിക്കൽ മൂവ് ആക്കാനുള്ള സംഘടനയായി ജനശക്തി തുടങ്ങിയൊക്കെ ചെയ്തു. പിന്നെ അത് അത്ര വലിയൊരു സംഘടന ആയില്ല എങ്കിലും അത് തുടങ്ങിയൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ വ്യത്യസ്തമായി സർവീസിലിരിക്കുന്ന 2 പേർ, അതായത് പ്രശാന്തും അശോകൻ സർവീസിലുണ്ട്. അതിൽ അശോകനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു. പക്ഷേ അശോകനെ സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അശോകന് കാർഷിക സർവകലാശാല VC-യുടെ പോസ്റ്റുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കാറും ഓഫീസും സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഒരു സ്ഥാപനത്തിൻ്റെ കമ്പനിയുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു കമ്പനിയുടെ MD ആണ്. അപ്പോൾ അതിൻ്റെ ഓഫീസ് തിരുവനന്തപുരത്താണ്, വഴുതക്കാടാണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫറിലാണ്, അതിലിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിനെ പിരിച്ചുവിട്ടെന്ന് സൈനികക്ഷേമ വകുപ്പിൽ നിന്നുള്ള ഒരു സസ്പെൻഷനാണ്. അതൊക്കെ എന്ത് സസ്പെൻഷനാണ്? ഷോക്കാസ് കൊടുത്തില്ല, മെമ്മോ കൊടുത്തില്ല, എക്സ്പ്ലനേഷൻ വാങ്ങിച്ചില്ല, ഒന്നും ചെയ്തില്ല. ചുമ്മാ ഒരു സസ്പെൻഷൻ ചെയ്തു. അതൊക്കെ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് പോലെ മാത്രമേ വന്നുള്ളൂ. എന്തായാലും ശരി, കേരളത്തിൽ വലിയ പോരാണ് നടക്കുന്നത്. ആ പോര് ശരിക്കും പറഞ്ഞാൽ വളരേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ പോരിനാസ്പദമായ കാര്യങ്ങൾ പറയുന്നത്, അശോകൊക്കെ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ഇലക്ട്രിസിറ്റി ബോർഡിലെ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കരാറിൽ നിന്ന് ഈ ഗവൺമെൻറ് പിന്മാറാനുള്ള കാര്യങ്ങൾ, ഊരാളങ്കൽ ലേബർ സൊസൈറ്റിയുമായിട്ടുള്ള കരാറിൻ്റെ കാര്യങ്ങൾ, ഡാം തുറന്ന കാര്യങ്ങൾ, ഇങ്ങനെ വളരെ കോവിഡ് കാലത്തെ പർച്ചേസിൻ്റെ കാര്യങ്ങൾ, മസാല ബോണ്ടിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ വളരെ കാർഡിനലായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതിയെ ബാധിക്കുന്ന, സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ മേഖലയെ ബാധിക്കുന്ന, അഴിമതിയെ ബാധിക്കുന്ന വളരെ വലിയ കാര്യങ്ങളാണ് അശോകും പ്രശാന്തും ഒക്കെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നിസ്സാരമായ കേവലമായൊരു ചാനൽ ചർച്ചയിൽ തർക്കത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ സ്മൃതി പരുത്തിക്കാടും അശോകും തമ്മിൽ കൊരുക്കുന്നുണ്ട്. സ്മൃതി പരുത്തിക്കാട് ചൊറിഞ്ഞ് ചോദിച്ചപ്പോൾ അശോകൻ പറഞ്ഞു, എന്നോട് ചൊറിയരുത്, എൻ്റെ സൃഷ്ടാക്കൾ പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കുന്ന ആളല്ല, എൻ്റെ അച്ഛനമ്മയും പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കില്ല, എൻ്റെ ഗവൺമെൻറ് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞ് വല്ലാതെ അശോക് സംസാരിച്ചു. അങ്ങനെ ഡോക്ടർ അശോക് സംസാരിച്ചപ്പോൾ പിന്നെ സ്മൃതിക്ക് ഉത്തരവില്ലാതായി. സ്മൃതി പരുത്തിക്കാട് തേഞ്ഞൊട്ടി എന്നൊക്കെ പറഞ്ഞാണ് ചാനലുകൾ ഈ സോഷ്യൽ മീഡിയ ബഹളമുണ്ടാക്കുന്നത്. അപ്പോൾ സ്മൃതി അവിടെ തോറ്റു. സ്മൃതി അതിനിടയിൽ പറഞ്ഞു, ഞാൻ മറ്റൊരാളിനോട് അടുത്ത ആളിലേക്ക് പോയിട്ട് നിങ്ങളിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ എൻ്റെ ആഫീസിൽ നിന്ന് റിപ്പോർട്ടർ ചാനലുകാർ ഇറങ്ങി പൊക്കോണം എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു ഹാർഷ്യമായ രീതിയിൽ കർക്കശമായ നിലപാട് അശോക് എടുത്തു. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇത് ഇങ്ങനെ കേവലം ഡോക്ടർ ബി അശോകിൻ്റെയും പ്രശാന്തിൻ്റെയും ചീഫ് സെക്രട്ടറിയുമായിട്ട് മുഖ്യമന്ത്രിയായിട്ടുള്ളൊരു പരാതി പരിഹാര പരിപാടിയായിട്ട് നിൽക്കാതെ നിങ്ങൾ IAS-കാരുടെ ഇടയിൽ വിനയത്തോടു കൂടി കുനിഞ്ഞു നിന്ന് തൊഴുത് സാർ തരണം എന്ന് പറഞ്ഞ് വാങ്ങി പോകുന്നവരുണ്ട്. പെൻഷൻ പറ്റാറാവുമ്പോഴാണ് ഈ കുനിയലിൻ്റെ അവസ്ഥ കൂടുന്നത്. വല്ലാതെ കുനിഞ്ഞു നിന്ന് എന്ത് വേണോ വാങ്ങിക്കൊണ്ട് പോകുന്നൊരു സ്ഥിതിയുണ്ട്. ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് പൊസിഷനുകളിൽ. അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ നിയമങ്ങളോ നയങ്ങളോ ചട്ടങ്ങളോ വികസനമൊന്നുമില്ല. മരണം വരെ ഇരിക്കുക, അതിനുവേണ്ടി പോസ്റ്റുകൾ കിട്ടുക, ഓഫീസ് കിട്ടുക, കാറ് കിട്ടുക, AC സംവിധാനം കിട്ടുക, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി അവർ ഏത് അറ്റം വരെയും പോവും. അത് ആണ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായി സർക്കാരിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളിനകത്ത് നിന്നുകൊണ്ട് തന്നെ സർക്കാരിനെ തിരുത്തിക്കുവാനുള്ള, ജനങ്ങളോടൊപ്പം നിൽക്കുവാനുള്ള, ജനങ്ങൾക്ക് വിവരങ്ങൾ കൊടുക്കുവാനുള്ള ഒരു ചാലകശക്തിയായി കുറച്ച് IAS-കാർ, അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഇങ്ങനെ ചെയ്യലല്ല. ഇന്ത്യയിൽ ഇങ്ങനെ പല ആളുകളും പല വ്യക്തികളും ഒറ്റപ്പെട്ട സമരങ്ങളും ഒറ്റപ്പെട്ട പോരാട്ടങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്, IAS-കാരും IPS-കാരും. അങ്ങനെയല്ല വേണ്ടത്. ഇത് IAS അസോസിയേഷനൊക്കെ ചിന്തിക്കേണ്ടതാണ്. കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി കൃത്യമായൊരു ബ്യൂറോക്രസി ഇവിടെ ഉണ്ടാവണ്ടേ. അങ്ങനെ ഒരു ബ്യൂറോക്രസി ഉണ്ടാകണമെങ്കിൽ പൊളിറ്റിക്കൽ പാട്രണേജും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലോയൽറ്റി ഇല്ലാത്ത ഒരു ബ്യൂറോക്രസി അതിനാണല്ലോ IAS-ൻ്റെയൊക്കെ പ്രത്യേകത. പൊളിറ്റിക്കൽ ലോയൽറ്റി പാടില്ല എന്നാണല്ലോ IAS-കാരെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഫയലിൽ മെരിറ്റ് എഴുതണം എന്നാണ്. പക്ഷേ ഫയലിൽ മെരിറ്റ് എഴുതാതെ ഉരുട്ടി എഴുതി മന്ത്രിമാർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഉരുട്ടി കൊടുക്കുന്ന, പേനയുന്തുന്ന ആളുകളെയല്ല ഈ സ്റ്റേറ്റിന് ആവശ്യം എന്നുള്ളതാണ്
ഈ സമരങ്ങളും കലാപവും കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരണം, ഈ കലാപം വളരണം. IAS-കാരുടെ ഇടയിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇതിൽ പ്രതികരിക്കണം. നിങ്ങൾ ഒരു അശോകോ ഒരു പ്രശാന്തോ ഒരു ബിജു പ്രഭാരോ അല്ല, IAS ഓഫീസേഴ്സ് അസോസിയേഷനിൽ നിന്ന് നല്ല പ്രതികരണം ഉണ്ടാകണം. ഗൗരവമായി ഈ വിഷയങ്ങളിൽ ഇടപെടണം. അത് നാളെയുടെ കേരളത്തിന് ആവശ്യമാണ്, നാളെയുടെ വികസനത്തിന് അത് ആവശ്യമാണ്. നമ്മുടെ മക്കളുടെയും കുഞ്ഞുമക്കളുടെയും ഒക്കെ ഭാവിക്ക് വേണ്ടി തീർച്ചയായും വലിയ കലാപം നടക്കണം. കലാപം എന്ന് പറഞ്ഞാൽ യുദ്ധമല്ല, അല്ലെങ്കിൽ സംഘർഷമല്ല, തല്ലല്ല, ബോംബിടൽ ഒന്നും അല്ലല്ലോ. കലാപം ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു നന്മയും തിന്മയും അഴിമതിയും അഴിമതി വിരുദ്ധതയും തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കേണ്ടതുണ്ട്. എന്തായാലും അശോക് അത് പ്രശാന്ത് തുറന്നിട്ടു. അശോക് അതിനെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ബാക്കി ആളുകളുമൊക്കെ ഇതിനകത്തേക്ക് വരണം. എന്ത് വിവരവും നമുക്കെടുത്ത് സമൂഹത്തിന് കൊടുക്കണം. സമൂഹം കാര്യങ്ങൾ പഠിക്കട്ടെ. കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഒരു സിവിൽ സർവീസ് ഇവിടെ ഉണ്ടാകട്ടെ. പക്ഷേ അതിൻ്റെ അർത്ഥം സകല കാര്യങ്ങൾ റോഡിലെടുത്തിട്ട് അലക്കി ഈ ഒരു നിഷേധത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയി ഈ വ്യവസ്ഥിതിയിലൊന്നൊരു കാര്യമില്ല, എല്ലാവരും കള്ളന്മാരാണ്, IAS-കാരും IPS-കാരും സകല പേരും കള്ളന്മാരാണ് എന്നുള്ള ഒരു പശ്ചാത്തലവും കൂടി ഉണ്ടായി പോകരുത്. അതുകൊണ്ട് വെളുക്കാൻ തേക്കുന്നത് പാണ്ടാകരുത്. സൂക്ഷിച്ച് വേണം ഈ മരുന്ന് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ഇത് വെടിമരുന്ന് പോലെയാണ്. സൂക്ഷിച്ചുപയോഗിച്ചാൽ കൃത്യമായി നമുക്കൊരു കറക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു കറക്റ്റീവ് ഫോഴ്സായി IAS-കാർക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ.